ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൂരിയാടാണ്. കൂരിയാട് പാലശ്ശേരി മാട്ടിലാണ് ഞാനുള്ളത്. നമ്മൾ സാധാരണ സൂര്യകാന്തി പാടങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ അവിടേക്ക് ഒന്നും പോകണ്ട, നല്ല സുന്ദരമായ സൂര്യകാന്തി പാടങ്ങൾ കാണാൻ നിങ്ങൾ നേരെ മലപ്പുറം ജില്ലയിലെ കൂരിയാട് പാലശ്ശേരി മാടേക്ക് വന്നാൽ മതി. ഇവിടെ 2 ഏക്കർ പാടത്താണ് നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്ത് നല്ല മനോഹരമായ സൂര്യകാന്തി തോട്ടങ്ങളുള്ളത്. അപ്പോൾ അത് ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ നിങ്ങൾക്കും കാണാം. എന്താ നോക്കിയിട്ട് ഇതാണ് ആ പാടം. പൂക്കളുണ്ട് കേട്ടോ, ചിലതൊക്കെ ഇപ്പൊ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെറുതാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം നല്ല വലിയ പൂ തന്നെയാണ്. ഇത് കാണുമ്പോൾ ഞാൻ പറയില്ല, നല്ലൊരു മഞ്ഞ കളറാണ്, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇപ്പം നല്ല കൊട്ട വെയിലാണ്, ഏകദേശം ഒരു 10-11 മണി സമയമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാവരും സൂര്യനെ നോക്കി ഏകദേശം ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സൂര്യന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് പൂക്കൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരുപാട് തേനീച്ചകളുണ്ട്. ഇപ്പൊ തന്നെ അവിടെ കണ്ടോ, കുറേ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ല തിരക്കാന്നാ പറയുന്നത്. ഈ പ്രദേശത്തുള്ളവരും വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങി നടക്കാൻ വരും, ഈ തോട്ടത്തിന്റെ ഇടയിലൂടെ നടക്കാനൊക്കെ വരും. പിന്നെ ഒരുപാട് പേര് കേട്ടറിഞ്ഞിട്ട് വരുന്നുണ്ട്. കാരണം ഇത് ഈ ഒരു ഏരിയയിലുള്ളവർക്ക് എന്നല്ല, നമുക്ക് എല്ലാവർക്കും ഇത് പുതുമയുള്ളൊരു കാഴ്ച തന്നെയാണ്. നമ്മൾ ഈ റീൽസിലും ഫോട്ടോസിലും യൂട്യൂബിലൊക്കെ കണ്ട് മാത്രം പരിചയമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ അത് നേരിട്ട് അനുഭവിച്ചറിയാന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. നിങ്ങൾ ഈ പാടം കാണാൻ വരുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സൂര്യകാന്തി തോട്ടം കാണാൻ വരുന്നുണ്ടെങ്കിൽ മാക്സിമം വെയിൽ വരുന്നതിന്റെ മുന്നേ വരാൻ നോക്കുക. ഒന്നുകിൽ രാവിലെ വെയിൽ വരുന്നതിന്റെ മുന്നേ, ഇല്ലെങ്കിൽ വൈകിട്ട് വെയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം വരിക. ഇപ്പൊ എന്താ പറയുക, ഒരു കരിഞ്ഞു പോണ അവസ്ഥയിൽ മേക്കപ്പ് ഒക്കെ ഒലിച്ചു പോകുന്നുണ്ട്. കഷ്ടപ്പെട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിട്ട് ഭയങ്കര ചൂടല്ലേ. അപ്പൊ ഇനി ആ ഒരു ഇത് പ്രശ്നം വരണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ, ആ ഒരു സമയത്തേക്കായിട്ട് വരിക. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ ഇതിന്റെ പാർട്ട്നേഴ്സ് 2 പേരാണ് ഇതിന്റെ പാർട്ട്നേഴ്സ്. അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ഇതിലിപ്പം ഒരു മഴ പെയ്താൽ അവരുടെ ഈ കൃഷിയിലുള്ള ലാഭം മുഴുവൻ ഇല്ലാണ്ടായി പോകും. അവർക്ക് 2 ലക്ഷത്തിന്റെ അടുത്ത് നഷ്ടം വരുന്നാണ് പറയുന്നത്. കാരണം ഇതിന്റെ വിളവെടുപ്പ് ആകുമ്പോഴേക്ക് ഇതിന്ന് നമുക്ക് സീഡൊന്നും അധികം കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊരാൾ ഡയാലിസിസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി മുൻകൂട്ടി കണ്ടിട്ടാണ് അവർ ഈ കൃഷി നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലാഭം ഇതൊന്നും കിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ അവരൊരു കുഞ്ഞൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. 10 രൂപയിൽ കുറയാതെ ഒരാൾക്കുള്ള ഒരു സംഭാവന അതിലിടുക എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ അവരുടെ ടിക്കറ്റ് ആയിട്ടൊന്നും വെച്ച് വാങ്ങുന്നില്ല. ഇപ്പോൾ ഒരു ടിക്കറ്റ് ഒക്കെ വെച്ചിട്ട് അവർ 100 രൂപ വെച്ച് വാങ്ങിയാലും ചിലപ്പോൾ അത് കൊടുത്ത ആൾക്കാർ വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊക്കെ കാണാൻ ദൂരെ പോകേണ്ടതല്ലേ. അപ്പോൾ അതിലും നല്ലതല്ലേന്ന് ചോദിച്ചാൽ എന്തായാലും ആൾക്കാർ ടിക്കറ്റ് കൊടുത്തിട്ട് വാങ്ങിക്കും. പക്ഷെ അവരങ്ങനെ ടിക്കറ്റായിട്ടോ കർശനമായിട്ടോ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ഒരു സംഭാവന, ഒരു സന്തോഷമായിട്ട് 10 രൂപയിൽ കുറയാതെ അതിലിടാന്നേ പറയുന്നുള്ളൂ.
അപ്പം അങ്ങനെ വരുന്നവർ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ അതിലൊന്ന് ഇട്ടിട്ട് അവരൊന്ന് സഹായിച്ചു കൊടുക്കുക. എൻ്റെ ഒഫീഷ്യൽ ക്യാമറമാൻ പോണ പോക്ക് കണ്ടോ, ക്യാപ്പ് ഒന്നും എടുത്തില്ല, അപ്പം തലയിൽ ബാഗും ഇട്ടിട്ടാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുകയാണ്, മൂപ്പരിങ്ങനെ തലയിൽ ബാഗും ഇട്ട് വെയിലുള്ളാണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെയിൽ വരുന്നതിൻ്റെ മുന്നേ എന്തായാലും എല്ലാവരും വരാൻ നോക്കുക. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ കല്യാണത്തിൻ്റെ ആയാലും പ്രീ വെഡിങ് ഷൂട്ടായാലും സേവ് ദ ഡേറ്റും അങ്ങനെ ഒരുപാട് ഷൂട്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് വ്ളോഗേഴ്സ് വന്ന് വീഡിയോ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇതെല്ലാത്തിലും കണ്ടോ തേനീച്ചകളൊക്കെ ഒരുപാട് വന്ന് തേൻ കുടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ മുതിർന്നവർക്കൊക്കെ ഈ ഒരു കാഴ്ച ഭയങ്കര മനോഹരമായിരിക്കും. കാരണം ഒരുപാട് ദൂരം ഒന്നും പോയി അവർക്കിത് കാണാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാർക്കൊക്കെ ദൂരെ പോയിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണുക എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാത്തൊരു കാര്യങ്ങളായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ അടുത്തുണ്ടാകുമ്പം എല്ലാവരും കൂട്ടി വരിക, എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക, അതൊക്കെ അവർക്ക് ഒരു സന്തോഷമായിരിക്കും. കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഈ കൂരിയാടുള്ള ഈ ഒരു സൂര്യകാന്തി പാടം കാണാൻ വേണ്ടിയിട്ട് നിലമ്പൂരിൽ നിന്ന് വരികയാണ്. ഇത് കണ്ടപ്പോ എന്താണ് ഇക്കയ്ക്ക് പറയാനുള്ളത്? എന്റെ വീട് ഇവിടെയാണ്. അത് ശരി. തറവാട് ഭയങ്കര. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ റോട്ടിൽ കാണുമ്പോ വല്ലാത്തൊരു ഭംഗിയുണ്ട്. അതാണ് ആ ഭംഗിയോണ്ട് ഞാൻ അവിടെ വണ്ടി നിർത്തി സൈഡാക്കി അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. ഇറങ്ങിയതാണ്. വരുമ്പോ അവിടെ നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന കുറച്ച് ആളുകൾ അതിന് എന്തെങ്കിലും ചില്ലറ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഊട്ടി മൈസൂരോ പോണം, ഗുണ്ടൽപേട്ടൊക്കെ പോണം. ഇതൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ ആളുകൾക്ക് ഇവിടുത്തെ കഷ്ടപ്പാടിന് വേണ്ടിട്ട് ഈ ആള് ഇത് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച അവർക്ക് തന്നെ നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത് നമ്മൾ അത്ര ഇപ്പത്തെ കണ്ടീഷനിലൊന്നും എങ്ങോട്ട് പോകാനും പറ്റാത്ത സിറ്റുവേഷനാണ്. പിന്നെ ഞാൻ ഇപ്പൊ പറയും ചെയ്തു, ഇത് ഇനിയിപ്പോ ഇവരൊരു 100 രൂപ വെച്ച് ടിക്കറ്റിന് ഇവര് കാണിക്കുന്നെങ്കിലും കാണാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ അവർ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഒരു 10 രൂപ അവര് പറയുന്നുള്ളൂ. 10 ഞാൻ ഇപ്പൊ ബക്കില് നോക്കുമ്പോ 100, 200 ഉണ്ട്, 50ന്റെ നോട്ടുണ്ട്, 10ന്റെ നോട്ടുണ്ട്. ഞാൻ ഇപ്പൊ 50 ഉറുപ്പിക ഇട്ടാണ് ഞങ്ങോട്ട് പോകുന്നത്. പക്ഷെ നമുക്കൊരു ഭംഗിയുണ്ട് ഇത് കാണാൻ. അതാണ് നമുക്ക് മനസ്സിന് അത്ര സന്തോഷമാണ്. നമുക്കിപ്പോ ഒരു 60 കിലോമീറ്റർ പോയാൽ നമുക്ക് ഈ പൂന്തോട്ടം കാണാനുള്ളൂ. മൈസൂർ പോണ നമുക്ക് നിലമ്പൂരിൽ അങ്ങോട്ട് അവിടുന്ന് പോവാന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ വല്ലാത്തൊരു അനുഭൂതി തന്നെയല്ലേ. ഞാൻ പറഞ്ഞ നമുക്ക് എന്താ ചെറുപ്പക്കാർക്കൊക്കെ പറ്റും, പക്ഷെ പ്രായമായവർക്കൊന്നും അത്രയും ദൂരം പോയി കാണുക എന്ന് പറഞ്ഞാല് ഇതൊക്കെ ആവുമ്പോ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അവിടുന്ന് ഇങ്ങനെ പോരുമ്പോ ഒരു ഓട്ടോയില് കുറച്ച് പോകുന്നുണ്ട്. അവര് ആ ഡ്രൈവറോട് പറയുന്നുണ്ട് ഇവിടെ നിർത്തി ഇത് കണ്ടിട്ട് പോവാന്ന്. അപ്പൊ അതിന് ഒന്ന് കണ്ടിട്ട് പോകുന്ന വക്കല്ലേ. വല്ലാത്തൊരു അനുഭൂതി കിട്ടും ഇതിന്റെ കാണുമ്പോഴ. പക്ഷെ ഗുണ്ടൽപേട്ട പോവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നടക്കാൻ അയക്കൂല. ഓ അത് ശരിയാ. അവിടെ ഇങ്ങനെ നടക്കാൻ തന്നെ അയക്കൂല. നമ്മള് ചെന്നാട് നമ്മളെ ഇതിന് പൂമ പിടിക്കും, തണ്ടിൽ പിടിക്കും. അത് അവർക്ക് ഇതൊരു കൃഷിയാണല്ലോ. ഞമ്മക്കിപ്പോ ഇത് എന്താ ഒരു കാഴ്ച. ഇപ്പൊ ഊട്ടി പോണവർക്ക് നല്ല സുഖം. ഫ്ലവർ ഷോ, മലപ്പുറത്തിന്റെ ഫ്ലവർ ഷോ. അപ്പൊ നമ്മുടെ മലപ്പുറത്തിന്റെ ഒരു ഫ്ലവർ ഷോ അല്ലെ? മലപ്പുറത്തിന്റെ ഒരു ഫ്ലവർ ഷോ ആണത്. ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. നമ്മൾ പലരും ഇതിങ്ങനെ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ല, ഞാനും ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിന്ന് കാണുന്നത്. ആദ്യമായിട്ടാണ് ഈ ആളുകളെല്ലാരും. അതെ അല്ലേ? നമ്മളിപ്പോ അവിടുന്ന് ചെന്നാൽ തന്നെ കമ്പീരൊക്കെ ഇട്ട് ഇടുന്നതാണ്. പിന്നെ ഈ നാട്ടുകാർക്കും ഇതൊരു അഭിമാനമാണ്. കാരണം അവരുടെ നാടിന്റെ പേര് 4 ആൾ അറിയുന്നത് ഇപ്പൊ ഈ ഒരു സൂര്യകാന്തി തോട്ടത്തിന്റെ പേരിലായിരിക്കും. കൂടുതൽ ഭംഗിയാണെന്നുണ്ടെങ്കിൽ ആ റോഡ് സൈഡിൽ പോയി നിന്ന് നോക്കണം. റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോ നല്ലൊരു താഴ്വരമായി കാണുന്നത് ഒരു പ്രത്യേക ചോദിക്കാണ്ടോ. പിന്നെ ചോദിക്കാണ്ടോ, ഞങ്ങൾ അതിനാണ് ഈ നേരത്തെ ഇവിടേക്ക് വന്നത്. അത്രയും വെയിലായിട്ട് പോലും ആ ഒരു കാഴ്ച ഇനി നമുക്ക് കിട്ടില്ലല്ലോ. ഇത് കുറച്ചും കൂടി ഉള്ളിൽ പാർക്കിംഗ് വരെ ഉണ്ടാവും. പാർക്കിംഗ് ഏരിയ വരെ ഉണ്ടാവും. അതെ ശരിയാണ്. പക്ഷെ നമ്മൾ ശരിക്കും വിട്ടുന്ന് നോക്കി കണ്ടാലാണ് ഇത് ഇത്രയും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. ഉണ്ട്. 2 ഏക്കർ എന്തോ ഉണ്ടെന്ന് പറഞ്ഞത് മേലുണ്ടായിരിക്കും അല്ലെ? അതെ ശരിയാണ്. ഇനി അടുത്ത വർഷം ഇതിലും കൂടുതലായിട്ട് ഇവര് ചെയ്യട്ടെ.
റോഡ് സൈഡിലാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു കാറ്റും വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വെയിലത്തൊക്കെ ആണെങ്കിൽ ആ ഒരു കാറ്റ് കിട്ടുമ്പോൾ ഇങ്ങനെ വിയർത്ത് നിൽക്കുമ്പോൾ ഒരു തണുപ്പ് ഇങ്ങനെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പൂക്കളുടെ ഭംഗി, ഇപ്പോൾ അവിടെ വരുന്നവർ മുഴുവൻ പറയുകയാണ് ഈ ഒരു കാഴ്ച കാണുമ്പം മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം, അപ്പോൾ നമുക്ക് കണ്ണിനുള്ള ഒരു കുളിർമയും, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ വീഡിയോ എടുത്തതിലൊക്കെ നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള എല്ലാ കാഴ്ചകളും പകർത്താൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നേരിട്ട് വന്ന് കാണുന്നതിൻ്റെ ആ ഒരു അനുഭൂതി എങ്ങനെയൊക്കെ നമ്മൾ വീഡിയോയിലും ഫോട്ടോയിലും പകർത്തിയാലും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പറ്റുന്നവരെല്ലാവരും വരിക. ഇവർ ഫാമിലി ആയിട്ട് സൂര്യകാന്തി പാടം കാണാൻ വന്നിട്ടുള്ളതാണ്. ഇനി ഇവരോട് നമുക്കൊരു എക്സ്പീരിയൻസ് ചോദിച്ചേക്കാം. എങ്ങനെയുണ്ട് ഈ ഒരു സൂര്യകാന്തി പാടം കണ്ടപ്പോൾ? സൂര്യകാന്തി വളരെ ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. വളരെയധികം ഭംഗിയാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. ഭയങ്കര വണ്ടൂരുണ്ടായിട്ട് ഞങ്ങൾ കാണാൻ പോകാൻ പറ്റിയില്ല. അപ്പൊ ഈ പേപ്പറിൽ കണ്ട പ്രകാരമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആദ്യമായിട്ടാണോ കാണുന്നത് സൂര്യകാന്തി പൂക്കൾ? ആദ്യമായിട്ടാണ്. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു ഇത് കണ്ടപ്പോ? പാർട്ട്നേഴ്സ് ഉണ്ട്, അവരാണ് ഈ കൃഷി ചെയ്യുന്നത്. അതിൽ ഒരാളാണിത്, അബൂബക്കറാണ്. അപ്പോൾ നമുക്ക് അബൂബക്കർ കാക്കനോട് കൂടുതൽ ചോദിച്ചറിയാം. നിങ്ങൾ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൃഷി ചെയ്യണം എന്നുള്ള തോന്നാൻ കാരണം എന്താ? പൂവിന്റെ കൃഷി ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യാണ്. മറ്റുള്ള കൃഷികളൊക്കെ ഞാൻ ഒരു 25 വർഷം പോരായി. പച്ചക്കറി വത്തക്കന്റെ കൃഷിയൊക്കെ 25 വർഷമായി ചെയ്യുന്നു. അപ്പോൾ ഇപ്രാവശ്യം വത്തക്കട്ടീന്റെ ശേഷം അങ്ങനെ മൊത്തത്തിൽ കൃഷി പൂവിന്റെ കൃഷി തുടങ്ങിയത് ഒരു പരീക്ഷണാർത്ഥം ചെയ്തു നോക്കാൻ നേരത്തെ ചെയ്തതാണോ? അല്ല, ഇതിന്റെ കൃഷിനെ പറ്റി അറിയാം. അല്ല, സൂര്യകാന്തിയുടെ ഇതിപ്പോ എത്ര ദിവസമായി ഇവിടെ വിരിഞ്ഞിട്ട്? ഇതിപ്പോ ഇവിടെ 45 ദിവസം വിത്തിട്ടിട്ട് ഇപ്പൊ വിരിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച, ഒരു 8-10 ദിവസമായി ആയിട്ടേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇത് വിളവെടുക്കണമെങ്കിൽ എത്ര ദിവസം കഴിയണം? വിളവെടുക്കണമെങ്കിൽ ഇനി ഒരു 20 ദിവസം കഴിഞ്ഞാലാണ് പാകാവുള്ളൂ അല്ലേ? അത് ശരിയാ. ഇനിയും കുറെ പൂക്കളൊക്കെ വിരിയാനുണ്ടല്ലോ. നല്ല മൂത്തതൊക്കെയാണ് ഇതാ ബോളുമായി കണ്ട്. ഓ, അത് ശരി. അങ്ങനെ മൂത്തതാകുമ്പോ ബോള് പോലെ അങ്ങനെ വരും അല്ലേ? ഓ, അത് ശരിയാ. അപ്പൊ ഒന്നിച്ചാണോ എല്ലാം വിളവെടുക്കുക? ഒന്നിച്ച് അങ്ങനെ എടുക്കാണോ? കിട്ടൂല, അതിൽ ആദ്യം വിരിഞ്ഞത് കുറച്ചുണ്ട്. അത് ആദ്യം തന്നെ എടുക്കൂല്ലേ? ശരിയാ. വരുന്നവര് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന എല്ലാ സംഭാവനകളും ചെയ്യുക. ഇവരുടെ ഈ ഒരു സംരംഭത്തിന് സപ്പോർട്ട് ചെയ്യുക. എന്നാലാണ് ഇനി ഇതുപോലുള്ള നമുക്കും കാഴ്ചയൊരുക്കുന്ന ഒരുപാട് കൃഷികൾ ചെയ്യാൻ ഇവർക്കൊരു പ്രചോദനം ആവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു സൂര്യകാന്തി തോട്ടം എത്ര അടുത്തുനിന്ന് കാണുന്നത്. ഇങ്ങനെ ഒരു കാഴ്ച ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് ഞങ്ങൾ എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. ഇതിപ്പോ ഞങ്ങൾ ഈ വാങ്ങണ സംഭാവനയായിട്ട് വാങ്ങണം. സംഭാവനയായിട്ട് അത് പറഞ്ഞു വാങ്ങാണ്. ഇല്ല, പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, വിടും. കഴിയുന്നത് എല്ലാവർക്കും കഴിയുന്നത് പോലെ ഒന്ന് സഹായിക്കുക. 10 രൂപയെങ്കിലും ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ സഹായിക്കുക, അത്രേ നിങ്ങളും കരുതുന്നുള്ളൂ അല്ലെ? കാണണം എന്നുള്ളവർ എല്ലാവരും വരിക. ഇത് കൂരിയാട് പാലിശ്ശേരി മാടാണ്. എക്സാക്ട് ലൊക്കേഷൻ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വരിക, ഇതൊന്ന് കാണുക, ഇതിൻ്റെ ഒരു സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുക. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള വരുന്നവരാരും പൂവ് തൊടാനോ പറിക്കാനോ നിൽക്കരുത്. ഇത് ഒരുപാട് പേരുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ്. അപ്പോൾ അത് നശിപ്പിക്കരുത് ആരും, ഒരു അപേക്ഷയാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ.